നമസ്കാരം. ലോകം മുഴുവൻ ഗസയിലെ പട്ടിണിയെ ചൊല്ലി കണ്ണീര് പൊഴിക്കുമ്പോൾ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറയുന്നത് ഗസയിൽ പട്ടിണിയില്ല, ഗസയിലെ ആളുകൾക്ക് ആവശ്യത്തിന് ഭക്ഷണം കിട്ടുന്നുണ്ട്, ഇനിയും സഹായം വിതരണം ചെയ്യുന്നതിന് വേണ്ടി ട്രക്കുകൾ അങ്ങോട്ട് പോകേണ്ടതില്ല. ഇതൊക്കെയാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി പറയുന്നത്. എന്നാൽ ഗസയിൽ പട്ടിണിയില്ല എന്ന് പറയുന്ന ഇസ്രായേൽ പ്രധാനമന്ത്രി പറയുന്നത് പോലെ, സംസാരിക്കുന്നത് പോലെ അതേ ബോഡി ലാംഗ്വേജോടുകൂടി ഈ ഒരു വിഷയം കൈകാര്യം ചെയ്യുന്ന ഒരു വ്യക്തിയെ ഞാൻ ഇന്ന് കണ്ടു. അയാൾ ചെയ്ത ഒരു വീഡിയോ ഇന്ന് എന്റെ ശ്രദ്ധയിൽപ്പെട്ടു. മറുനാടൻ മലയാളി എന്നു പേരുള്ള യൂട്യൂബ് ചാനലിൽ ഷാജൻ സ്കറിയ എന്നു പേരുള്ള അതിന്റെ ഉടമയാണ് അത്തരത്തിലൊരു വീഡിയോ ചെയ്തിരിക്കുന്നത്. നേരത്തെ ന്യൂയോർക്ക് ടൈംസ് എന്ന് പറയുന്ന പത്രത്തിൽ ഒരു കുട്ടിയുടെയും അമ്മയുടെയും ഫോട്ടോ പ്രത്യക്ഷപ്പെട്ടിരുന്നു. അമ്മയ്ക്ക് പട്ടിണിയില്ല, കുട്ടിക്ക് മുഴു പട്ടിണിയാണ്. കുട്ടിയുടെ ശരീരത്തിലെ എല്ലുകളൊക്കെ പൊന്തി നിൽക്കുന്നുണ്ട്, കണ്ണൊക്കെ പുറത്തേക്ക് തള്ളിയ ഒരു അവസ്ഥയാണുള്ളത്. ഇത് കണ്ടപ്പോൾ നേരത്തെ ഞാനും ഗസയിൽ പട്ടിണിയുണ്ട് എന്ന് പറഞ്ഞൊരു വീഡിയോ ചെയ്തു, ഷാജൻ പറയുകയാണ്. എന്നാൽ അമേരിക്കൻ പത്രത്തിനെതിരെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു തന്നെ രംഗത്തെത്തി. ആ വാർത്ത കളവാണ്, അത്തരത്തിലൊരു സംഭവം ഗസയിലില്ല, അവിടെ ആർക്കും പട്ടിണിയില്ല, ഇതൊരു രോഗമാണ്, അമേരിക്കൻ പത്രത്തിനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് പറഞ്ഞാണ് അന്ന് ബെഞ്ചമിൻ നെതന്യാഹു രംഗത്തെത്തിയത്. എന്തായാലും ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ വാദങ്ങളെ തള്ളിപ്പറഞ്ഞുകൊണ്ട് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്തെത്തി. ഗസയിൽ പട്ടിണിയുണ്ട് എന്ന നിലപാടിൽ അദ്ദേഹം ഉറച്ചു നിന്നു. അതുകൊണ്ടൊക്കെയാണ് നേരത്തെ ഞാൻ വാർത്ത ചെയ്തത്. പക്ഷെ എനിക്കിപ്പോൾ മനസ്സിലായി, അമ്മ ഭക്ഷണം കഴിച്ച് കുട്ടി എന്തായാലും പട്ടിണി കിടക്കില്ല, ഗസയിൽ പട്ടിണിയില്ല. ആ വാർത്ത ഫേക്കാണെന്നുള്ള കാര്യം എനിക്കിപ്പോൾ ബോധ്യപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ടാണ് അത്തരത്തിലൊരു വീഡിയോയാണ് ഷാജൻ സ്കറിയ ചെയ്തിരിക്കുന്നത്. അതായത് താടി വെച്ച ബെഞ്ചമിൻ നെതന്യാഹു എന്ന് അയാൾ വിളിക്കേണ്ടി വരും. അത്തരത്തിലൊരു നിലപാടാണ്, അത്തരത്തിലൊരു വീഡിയോയാണ്, അത്തരത്തിലൊരു വാർത്തയാണ് അയാൾ ചെയ്തിരിക്കുന്നത്. പൊതുസമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു വാർത്ത. ഗസയിൽ പട്ടിണിയുണ്ട് എന്ന് പറയുന്നത് ഇവിടെ അറബ് രാജ്യങ്ങളല്ല, അല്ലെങ്കിൽ ഇവിടെ ചില ആളുകളൊക്കെ, അല്ലെങ്കിൽ ഷാജൻ വിശേഷിപ്പിക്കുന്നത് പോലെ ഇവിടുത്തെ ഹമാസോളികളല്ല ഗസയിൽ പട്ടിണിയുണ്ട് എന്ന് പറയുന്നത്. അവിടെ നിന്നും ചിത്രങ്ങൾ പുറത്തു കൊണ്ടുവരുന്നത് ഹമാസോളികളല്ല, അല്ലെങ്കിൽ അറബ് രാജ്യങ്ങളല്ല. ഐക്യരാഷ്ട്രസഭ പോലും ഈ കഴിഞ്ഞ ദിവസം ഗസയിലെ പട്ടിണിയെക്കുറിച്ച് വളരെ കൃത്യമായിട്ടുള്ള ചില വിവരങ്ങൾ പുറത്തുവിട്ടിരുന്നു. പോഷകാഹാരക്കുറവ് മൂലം എത്രയോ കുട്ടികളാണ് ദിനംപ്രതി അവിടെ മരിച്ചു വീഴുന്നത്. അതുപോലെ തന്നെ ഗർഭിണികൾ, എത്രയോ ആളുകളാണ് അവിടെ മരിച്ചു വീഴുന്നത്. പ്രായമായ ആളുകൾ, അവർക്ക് ഭക്ഷണം കിട്ടുന്നില്ല. 90% വീടുകൾ മുഴുപട്ടിണിയിലാണ്. ഭക്ഷണത്തിനു വേണ്ടി അവർ അലഞ്ഞു തിരിയുകയാണ്. ഇവിടെ ആകാശമാർഗം കഴിഞ്ഞ ദിവസം സ്പെയിനൊക്കെ ഗസയിൽ ഭക്ഷണ വിതരണം നടത്തുന്ന സമയത്ത് ആ ഭക്ഷണപ്പൊതികൾ വീഴുന്നതിന് പുറകെ കുട്ടികൾ ഓടുന്ന കാഴ്ച നമ്മളൊക്കെ കണ്ടതാണ്. അങ്ങനെ ഭക്ഷണപ്പൊതി വീണ് ഒരു കുട്ടി മരിച്ചു എന്ന വാർത്തയും കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മളൊക്കെ കണ്ടിരുന്നു. ഇതാണ് ഗസയിലെ യഥാർത്ഥ അവസ്ഥ. ഈ അവസ്ഥയെ മറച്ചു വെക്കുന്നതിന് വേണ്ടി ഇസ്രായേൽ എന്ന് പറയുന്ന ആ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നടത്തുന്ന ചില പ്രസ്താവനകൾ അത് അതേപോലെ ആളുകളിലേക്ക് എത്തിച്ച് തെറ്റിദ്ധാരണ പടർത്തുകയാണ് ഷാജൻ സ്കറിയ എന്ന് പറയുന്ന ഈ യൂട്യൂബ് ചാനലിന്റെ ഉടമ. എന്തായാലും ഈ കഴിഞ്ഞ ദിവസം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഇറാനികൾക്ക് ഒരു വാഗ്ദാനം കൊടുത്തിരുന്നു. അതായത് ഇറാനിലെ കുടിവെള്ള പ്രശ്നം ഞാൻ പരിഹരിച്ചോളാം, ഇറാനിൽ കുടിവെള്ളം എത്തും, നിങ്ങൾ അവിടുത്തെ ഭരണാധികാരികൾക്കെതിരെ തെരുവിലിറങ്ങൂ എന്നതായിരുന്നു ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ ആവശ്യം. എന്തായാലും ഈ ആവശ്യവുമായി ബന്ധപ്പെട്ട് ഇറാന്റെ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ ഒരു പ്രതികരണം നടത്തി, ഒരു മറുപടി കൊടുത്തു. അതായത് നിങ്ങൾ ആദ്യം പോയി ഗസയിലെ കുട്ടികൾക്ക് വെള്ളം കൊടുക്കൂ, ഗസയിലെ സാധാരണക്കാർക്ക് വെള്ളം കൊടുക്കൂ, ഭക്ഷണം കൊടുക്കൂ, അവർക്ക് മരുന്ന് കൊടുക്കൂ. ഇറാനിലെ കാര്യങ്ങൾ നോക്കാൻ ഞങ്ങൾ തന്നെ മതി, അത് ഞങ്ങൾ നോക്കിക്കോളാം, അക്കാര്യത്തിൽ നിങ്ങൾ ഇടപെടണ്ട, നിങ്ങൾ നിങ്ങളുടെ ഇരട്ടത്താപ്പ് അവസാനിപ്പിക്കൂ എന്ന ഒരു മറുപടിയാണ് ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന് കൊടുത്തത്. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ സംസ്കാരം പരസ്യമായി അദ്ദേഹത്തെ കൊണ്ട് പറയാൻ അനുവദിക്കാത്ത മറ്റൊരു കാര്യം കൂടെ അദ്ദേഹം മനസ്സിൽ പറഞ്ഞു കാണും. അതായത് നിങ്ങളുടെ തന്തയല്ല ഞങ്ങളുടെ തന്ത, ഞങ്ങളിവിടെ അലിയുബിൻ അബി താലിബ്, 4ാമത്തെ ഖലീഫയായിട്ടുള്ള അലിയുബിൻ അബി താലിബിന്റെ പിന്മുറക്കാരാണ്. ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹു ഈ രണ്ടുപേരുടെയും പിന്മുറക്കാരാണ്. ഇത്തരത്തിലുള്ള ഉമ്മാക്കി കാണിച്ചൊന്നും നിങ്ങൾ ഞങ്ങളെ പേടിപ്പിക്കാൻ ശ്രമിക്കരുത്. അതോടൊപ്പം തന്നെ നിങ്ങളൊക്കെ എങ്ങനെ പട്ടിണിക്കിട്ടാലും, എങ്ങനെ വീർപ്പുമുട്ടിച്ചാലും
ഗസയെ തോൽപ്പിക്കാൻ നിങ്ങൾക്കാവില്ല. അത് പലപ്പോഴും പരസ്യമായി പറഞ്ഞ കാര്യമാണെങ്കിലും നേരത്തെ ഞാൻ പറഞ്ഞ ഈ ഒരു വിഷയം അത് ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ മനസ്സിൽ പറഞ്ഞു കാണും എന്നാണ് ഞാനിപ്പോൾ കരുതുന്നത്. എന്തായാലും ഈ പറഞ്ഞ കാര്യം തന്നെ, അല്ലെങ്കിൽ അദ്ദേഹം രഹസ്യമായി അദ്ദേഹത്തിന്റെ മനസ്സിൽ കരുതിയ കാര്യം തന്നെയാണ് മറുനാടൻ ഷാജനെ പോലുള്ള വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കുന്ന ആളുകളോട് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്.